എന്നാൽ മറ്റു പാലുകളെ അപേക്ഷിച്ച് വളരെയധികം പോഷകമൂല്യങ്ങളുള്ളതാണ് മുലപ്പാൽ. അന്നജവും മാംസവും കൊഴുപ്പുമുള്ളതിനാൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെയും മറ്റും വളർച്ചയെ അത് സഹായിക്കുന്നു. ഉമ്മമാരെ, മുലയൂട്ടാതിരിക്കുന്നത് മൂലം മാതാവിനും കുഞ്ഞിനും നിരവധി രോഗങ്ങളുണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഉമ്മമാരെ, മുലപ്പാൽ അമൃതാണ് കേട്ടോ. പരിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത് 2 വർഷക്കാലം തീർത്തും മക്കൾക്ക് മുലയൂട്ടണമെന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഒന്ന് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നൻ വഫിസാലുഹു ഫീ ആമൈൻ അൻഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. അവന്റെ ഉമ്മ പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചാണ് അവനെ ഗർഭം ധരിച്ചത്. മാത്രമല്ല 2 വർഷക്കാലമാണ് അവൾ അവനെ മുലയൂട്ടിയത്. ആയതിനാൽ നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുവീൻ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 2 വർഷക്കാലം തീർത്തും മക്കൾക്ക് മുലയൂട്ടണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? 4 മാസമാകുമ്പോൾ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട ശേഷം 4 മാസമാകുമ്പോൾ കുഞ്ഞ് കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങും. 4നും 12നും ആഴ്ചകൾക്കിടയിൽ കുഞ്ഞ് തല ഉയർത്തിപ്പിടിക്കും. 8 മാസമാകുമ്പോൾ കിടന്നുരുളാനും മറിയാനും മലർന്ന് കിടക്കാനും കുഞ്ഞിന് സാധിക്കും. 8 മാസം പൂർത്തിയാകുമ്പോൾ പിടിക്കാതെ ഇരിക്കാൻ കുഞ്ഞിന് കഴിയും. 9 മാസമാകുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റിരിക്കും. 10 മാസമായാൽ കുഞ്ഞ് മുമ്പോട്ട് നീന്താൻ തുടങ്ങും. 1 വയസ്സായാൽ എഴുന്നേറ്റ് നിൽക്കാനും, 1.5 വയസ്സായാൽ പിടിക്കാതെ നടക്കാനും, 2 വയസ്സായാൽ ഓടാനും സ്റ്റെപ്പുകൾ കയറാനും കുഞ്ഞിന് സാധിക്കും. ഈ സമയത്തൊക്കെ കുട്ടിക്ക് എന്ത് വേണം? നല്ല ആരോഗ്യം വേണം. വേണ്ടേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വർഷക്കാലം തീർത്തും മക്കൾക്ക് മുലയൂട്ടണമെന്ന് പറഞ്ഞത്. ചില ഉമ്മമാർ ഉസ്താദുമാരോടൊക്കെ പരാതി പറയാറുണ്ട്. ഉസ്താദേ, എന്റെ മകന് എന്നോട് യാതൊരു സ്നേഹവുമില്ല. എന്താണ് അതിന്റെ കാരണം? മക്കളെ മുലയൂട്ടേണ്ട സമയത്ത് അവർക്ക് കുപ്പിപ്പാൽ വാങ്ങിക്കൊടുത്തു. പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിനും കുഞ്ഞിനും ഇടയിൽ സ്നേഹത്തിന്റെ ഒരു പാലം പണിഞ്ഞിട്ടുണ്ട്. ആ പാലത്തെ ബന്ധിപ്പിക്കുന്നത് മുലയൂട്ടലിലൂടെയാണെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും വിശാലമായി കടക്കുന്നില്ല. സമയം ഒരുപാട് ദീർഘിച്ചുപോയി. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മ പൂത്തുലയുന്ന മക്കളായി നിങ്ങളുടെ മക്കൾ മാറുവാൻ റഹ്മത്തുൽ ലിൽ ആലമീൻ റാഹത്തുൽ ലിൽ ആശിഖീൻ മുറാദുൽ മുസ്താഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച